സ്പാ. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം സ്പാ ഇന്ന് കണ്ടു. അത്യാവശ്യം സെക്ഷുവൽ സംസാരങ്ങളും പ്രവൃത്തികളും സിനിമയിൽ ടച്ച് ചെയ്തു പോകുന്നതുകൊണ്ട് അഡൽട്ട്സ് ഒൺലിയാണ് സ്പാ എന്ന ഈ സിനിമ. ഒരു സാധാരണ ദിവസം ഒരു മസാജിങ് സ്പായിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയിൽ സംവിധായകനും ആർട്ടിസ്റ്റുകളും ഹ്യൂമറിൽ ചാലിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. വിനോദ് തട്ടിലിൻ്റെ ഓപ്പണിംഗ് ഷോട്ടോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് പ്രശാന്ത് അലക്സാണ്ടറിലൂടെയും മേഘയിലൂടെയും നീങ്ങുന്ന സിനിമ ടൈറ്റിൽ ക്രെഡിറ്റ്സ് എഴുതി വരുമ്പോൾ സ്പായിലെ ഓരോ സ്റ്റാഫിനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ആദ്യം മുതൽ അവസാനം വരെ പക്ക ഒരു സ്പായുടെ മൂഡിലാണ് സിനിമ വന്നിരിക്കുന്നത്. പ്രേക്ഷകനെ ഒരു സ്പായിലേക്ക് വലിച്ചു കയറ്റിയ ഫീലോടുകൂടിയാണ് സംവിധായകനും കൂട്ടരും സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നതും. ഒരു കഥ പറയുകയല്ല ഇവിടെ, മറിച്ച് അന്നേ ദിവസം ആ സ്പായിൽ എത്തുന്ന വ്യത്യസ്തരായ മനുഷ്യരെ അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. എബ്രിഡ് ഷൈൻ ആക്ഷൻ ഹീറോ ബിജുവിൽ ഒക്കെ ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസ് ഒക്കെ ഒരു പോലീസുകാരനിലൂടെ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ ഒരു സ്പായുടെ പശ്ചാത്തലത്തിൽ അവിടെ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ എത്തിപ്പെടുന്ന പലതരം വ്യക്തികളെയും അവരെയൊക്കെ തന്നെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്ന സ്പായിലെ ജോലിക്കാരെയും കാണാം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയാണിത്. അതിൽ തന്നെ കുറേ പേർ ജസ്റ്റ് വന്നു പോകുന്നവരാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളും തന്നെ മറക്കാനാവാത്ത പെർഫോമൻസാണ് ചിരി കലർത്തിക്കൊണ്ട് തന്നത്. വിനോദ് തട്ടിലിൻ്റെ നിഷ്കളങ്കനായ മാത്തൻ്റെ റോളും കൂട്ടുകാരനായ കിച്ചു ടെല്ലസും മേജർ രവിയുടെ പെരേര എന്ന റോളും ഭാര്യയായ നീന കുറുപ്പിൻ്റെ വേഷവും ശ്രീകാന്ത് മുരളിയുടെ ഡോക്ടർ വേഷവും പ്രശാന്തിൻ്റെ കപട സദാചാര വേഷവും രാഹുൽ മാധവിൻ്റെ സെലിബ്രിറ്റി വേഷവും സിദ്ധാർത്ഥ് ഭരതൻ്റെ സംവിധായക വേഷവും വിജയ് മേനോൻ്റെ ആർട്ടിസ്റ്റ് വേഷവും അശ്വിൻ കുമാറിൻ്റെ കില്ലർ റോളും സമതിൻ്റെ ഗുണ്ടാ വേഷവും ദിനേശ് പ്രഭാകറിൻ്റെ ഇമോഷണൽ ഭർത്താവിൻ്റെ ക്യാരക്ടറും ഒക്കെ പടം കണ്ടിറങ്ങിയാലും മനസ്സിൽ തന്നെ നിൽക്കുന്നു. ഇനി പറയേണ്ടത് സ്പായിലെ സ്റ്റാഫുകളുടെ വേഷങ്ങൾ ചെയ്ത പെർഫോമേഴ്സിനെ കുറിച്ചാണ്. അവർ എല്ലാവരും തന്നെ വൃത്തിയായി അവരവരുടെ വേഷങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു. സ്പായിലെ നമ്പർ 1 തെറാപ്പിസ്റ്റായ സാറയെ ശ്രുതി മേനോൻ ഭംഗിയാക്കി. റിസപ്ഷനിൽ പൂജിതയും കൂടെയുണ്ടായിരുന്ന നടിയും കാര്യങ്ങൾ അടിപൊളിയാക്കി തന്നെ ചെയ്തു. രാധിക രാധാകൃഷ്ണൻ്റെ റിയ എന്ന തെറാപ്പിസ്റ്റ് വേഷവും ശ്രീജ ദാസിൻ്റെ ബെറ്റിയും ബോംബെക്കാരിയായ തെറാപ്പിസ്റ്റിൻ്റെ വേഷവും ചെയ്ത നടിയും ഒക്കെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയ പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. വലിയ ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ വലിയ കഥ പറച്ചിൽ ശൈലിയോ ഒന്നും തന്നെ സിനിമയിൽ ഇല്ലെങ്കിലും ബോറടിക്കാതെ കണ്ടിരിക്കാൻ കഴിയുന്ന തരത്തിലാണ് മേക്കിംഗ് വന്നിരിക്കുന്നതും. മലയാളിയുടെ കപട സദാചാര ബോധത്തെയും സ്പാ കൾച്ചറിനെയും പ്രായപൂർത്തിയാവാൻ നിൽക്കുന്നവരുടെ അവസ്ഥയും സ്പായിലെ ജീവനക്കാരുടെ സിറ്റുവേഷൻസും ഒക്കെ തന്നെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു വ്യത്യസ്തമായ തോട്ടും ഐഡിയയും ആയാണ് സ്പാ എന്ന ഈ പ്രൊജക്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹോംവർക്ക് ചെയ്ത് സ്ക്രീനിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നതായും തോന്നി. സിനിമയുടെ 95% ഇൻഡോർ സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും. അതാണ് ഈ സിനിമയ്ക്ക് വേണ്ടതും. അങ്ങനെ മൊത്തത്തിൽ ഒരു കളർഫുൾ വൈബിലാണ് സ്പാ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇൻ ഷോർട്ട്, മലയാളിയുടെ സെക്ഷൽ ചിന്താഗതികളെയും സദാചാര ബോധത്തെയും ഒക്കെ സർക്കാസ്റ്റിക് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന പക്ക ഒരു സ്പായുടെ അന്തരീക്ഷത്തിൽ അച്ചടക്കത്തോടെ ഡയറക്റ്റ് ചെയ്ത് ഓരോ ആർട്ടിസ്റ്റുകളും മനോഹരമായി പെർഫോം ചെയ്ത 18 വയസ്സിന് മുകളിൽ ഉള്ളവർ മാത്രം കാണേണ്ട അഡൽട്ട് കണ്ടന്റ് ഉള്ള തരക്കേടില്ലാത്ത ഫീൽ ഗുഡ് സിനിമയാവുന്നു സ്പാ.